വെൽക്കം ബാക്ക് വ്ളോഗ്സ്. അതെ ഗൈസ്, അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് എൻ്റെ റീൽസും ഷോർട്സും എല്ലാം കാണുന്നുണ്ടാവും. അത് ഗൈസ്, നമ്മളിപ്പോൾ ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങി. ഒരു പൊലിച്ച 4 മണിയാകുമ്പോൾ നമുക്ക് 10 മണിക്കൊക്കെയാണ് ഫ്ലൈറ്റ് വരുന്നത്. നമ്മൾ ഒരു 8 മണിയൊക്കെ നമ്മൾ കൊച്ചിയിൽ നിന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കയറണ്ട. പക്ഷേ നമ്മൾ ഒരു 7 മണി 7 ആകുമ്പോൾ കൊച്ചി എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചി എത്തി. നമ്മൾ നേരെ സൽക്കാര പോയി, എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൽക്കാര. അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് വെള്ളപ്പം, ചിക്കൻ സ്റ്റൂ, മുട്ട റോസ്റ്റ്, പുട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇടിയപ്പം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ സത്യം പറയണ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ല. പിന്നെ പപ്പ പറഞ്ഞ് 2 ദിവസം മുമ്പേ പറയണേ ലക്ഷദ്വീപ് പോകുന്നുണ്ട്. അപ്പോൾ വലിയ കാര്യമായിട്ട് പ്രിപ്പറേഷനൊന്നും ഇല്ല. നമ്മൾ കൊച്ചി എയർപോർട്ടിലുണ്ട്. ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുമ്പ് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോകും. നമ്മൾ ഏകദേശം എയർപോർട്ടൊക്കെ എത്തി. നമ്മൾ നേരെ ഒരു 6 ബാഗ് ഉണ്ടായിരുന്നു, ട്രോളി ബാഗ്. എല്ലാവർക്കും ഓരോരോ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് 4-5 ദിവസമാണ് നമ്മൾ ലക്ഷദ്വീപിലുള്ളത്. അപ്പോൾ അതിൻ്റേതായ ലഗേജും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ആയിട്ട് ലഗേജൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ട്രോളി ബാഗൊക്കെ എടുത്ത് ഫുള്ള് സെറ്റായിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലഗേജ് ചെക്ക് ചെയ്യാൻ കൊടുക്കണമല്ലോ എയർപോർട്ടിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുക്കാൻ, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളവിടെ പോവാണ്. അതിൻ്റെ അടുക്ക് നമ്മൾ ടിക്കറ്റൊക്കെ കണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ ഒരു 8:45 9 മണി നമ്മൾ കറക്റ്റ് അവിടെ നിന്ന് നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഫ്ലൈറ്റ് ഏകദേശം 9:45 ഫ്ലൈറ്റ്. നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈമായി. സോ നമ്മൾ ഫ്ലൈറ്റിന് കാത്തിക്കാണ്. അപ്പോൾ ഗൈസ്, പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കറക്റ്റ് 9:45 ആകുമ്പോൾ ബസ് കയറി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിലേക്ക് ആക്കി തന്നെ ബസ് കയറിയിട്ട് നേരെ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ പോണേ. ലക്ഷദ്വീപിലേക്ക് ഇവിടുന്ന് ഒരു 2 hours ഉള്ളിലുള്ളൂ, 1.5 hours കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളെന്താക്കി ഫ്ലൈറ്റിലേക്ക് കയറി. ഫ്ലൈറ്റൊക്കെ സെറ്റായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ ഇൻഡിഗോനെ പറ്റി. അടിപൊളി ഫ്ലൈറ്റും കാര്യം, യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ ലാഗൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ ലാഗ്. 1.5 മണിക്കൂർ കൊണ്ട്. പിന്നെ നമ്മളെ ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ റീൽസും ഷോർട്സിലൊക്കെ കുറേ അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ റംസാൻ ഫുഡ് സ്റ്റോറീസ് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. പോരാത്തതിന് നമുക്ക് ഷോർട്സ് ആയിട്ട് കുറേ ഇട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തോളൂ. പിന്നെ നല്ല ഫ്ലൈറ്റിൽ നല്ല ആസ്വദിച്ച് പോകണം. നല്ല കടലും കായലും കടലൊക്കെ കണ്ടിട്ട് നല്ല എന്താ കളറ് ഗൈസ്. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുന്നു, അടിപൊളി സ്ഥലം. നമ്മൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ എന്താ ബ്യൂട്ടി. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ എയർപോർട്ടാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ അഗത്തി എയർപോർട്ട്. ഫ്ലൈറ്റൊക്കെ ഇറങ്ങി നേരെ അവിടെ പോയി. എന്നിട്ട് അവിടുത്തെ ട്രോളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ നേരെ ടാക്സിക്ക് വെയിറ്റ് ചെയ്യണം. എല്ലാം ഒരേ പാക്കേജ്. ഇവരൊരു പാക്കേജ് ഉണ്ട്, നമുക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ ഒരു വഴിയാണ് നമ്മൾ പോകണത്. പിന്നെ അവിടുത്തെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ വേണം. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അവിടെ. പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായാണ് പോകാൻ കഴിയുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അറിയുന്ന ആൾക്കാരുണ്ടായതുകൊണ്ട് അങ്ങനത്തെ അതിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കറക്റ്റ് അവിടെ അറിഞ്ഞ് നമുക്ക് അവിടെ വിളിക്കാൻ വന്ന് നമ്മൾക്ക് എന്താ രസം. അവിടുത്തെ കടലിൻ്റെ കളറ് മോനെ, കടലിൻ്റെ കളറ് പറയുമ്പോൾ കളറ്. ഞാൻ ഇതുവരെ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായ അടിപൊളി സ്ഥലം കേട്ടോ. കാര്യം പറയാൻ അടിപൊളി സ്ഥലം പറഞ്ഞാൽ ശരിയായ സ്ഥലമാണ്. നമ്മൾ കാറും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് 6 ആളുണ്ട്. എൻ്റെ 2 കാക്ക, പിന്നെ ആഫീസ്, ഞാൻ, ഇപ്പം, അമ്മ. പിന്നെ നമ്മൾ അഗത്തി ഐലാൻഡിലാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ അഗത്തി ഐലാൻഡ് മൊത്തത്തിൽ ആകെ ഒരു 7-7.5 കിലോമീറ്റർ ഉള്ളൂ. അത്രയ്ക്ക് ചെറിയൊരു ഐലാൻഡാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ അഗത്തി ഐലാൻഡ് മൊത്തം. നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് സൺബ്രീസ് ബീച്ച് റിസോർട്ട് എന്നാണ് പേര് ഗൈസ്. കടലിൻ്റെ തൊട്ടടുത്തേനും പിന്നെ നമ്മളെ ബീച്ച് റിസോർട്ട് വരുന്നത് ഗൈസ്, കടലിൻ്റെ തൊട്ടടുത്തേനും. അപ്പോൾ നല്ല കാറ്റ് അമ്മാതിരി കാറ്റ്. നമ്മളില്ലേ ഒരു ദിവസം രാത്രി, ഈ ദിവസം രാത്രി കാറ്റോണ്ട് ചെടിച്ചട്ടിയൊക്കെ പറന്നു പോയി. അമ്മാതിരി കാറ്റ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ റിസോർട്ട്. പിന്നെ പ്രത്യേകത പറഞ്ഞാൽ ഈ റിസോർട്ടിൽ ബീച്ച് റിസോർട്ട് സൺബ്രീസ് എന്നാണ് പേര്. ഇവിടെ ആദ്യത്തെ കസ്റ്റമർ നമ്മളാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ള് സെറ്റായി ഇതാണ് കേട്ടെ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഫാന്
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ല. പക്ഷേ എ സിയും കാര്യങ്ങൾ ഫുള്ള് സെറ്റാണ്. അപ്പോൾ നമ്മളാണ് ഇവിടുത്തെ ഫസ്റ്റത്തെ കസ്റ്റമർ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസ്. നമ്മൾ പോയ പാടില്ല ഇവർ എന്താ പറയുക, ഇളനീ വെള്ളം തന്ന് അമ്മാതിരി മധുരമാണ്. ഇവിടുത്തെ മീനിൻ്റെ ഒരു ഷാപ്പുമില്ല. മീൻ ഏത് മീനും കിട്ടും. എന്നാലും കൂടുതൽ കിട്ടുക ടൂണ ഫിഷാണ് കേട്ടോ. ഇവർ എമ്മാതിരി സർവീസ്, ടേബിളും കാര്യങ്ങൾ. നമ്മൾ ഫുള്ള് എന്താ പറയുക, നമ്മൾ ഫുൾ ടൈം കടലിൻ്റെ അടുത്ത് തന്നെ. എമ്മാതിരി കാറ്റാണ്. നമ്മൾ ട്രോളിങ് കാര്യങ്ങളൊന്നും കയറ്റിയില്ല കേട്ടോ. അത്ര കാറ്റുകൊണ്ട് നമ്മൾ കടലിൻ്റെ അവിടെയാണ് നമ്മൾ ഇരുന്നത്. കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ എമ്മാതിരി നല്ല സ്വഭാവമാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസാണ്. നമ്മൾ പറയുന്ന ഫുഡ് ഉണ്ടാക്കി തരിക, അങ്ങനെയല്ല അവിടുത്തെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കി തരിക. എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ചിക്കനും ഫിഷൊക്കെ കിട്ടും. പക്ഷേ അവിടുത്തെ ബീഫ് അവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല ബീഫ്. ബിക്കോസ് അവിടുത്തെ ബീഫൊക്കെ ഫ്രോസൺ ടൈപ്സാണ്. എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഷിപ്പിലല്ലേ വരല്. പിന്നെ റൂമിലത്തെ ബാത്റൂമായാലും എല്ലാ കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കസ്റ്റമർ നമ്മളാണ്. പിന്നെ ഈ നമ്മളെ ട്രിപ്പ് മനോഹരമാക്കിയ ദാവൂദ് ക, ഹസൻ ക, സിറാജ് ക എല്ലാവരോടും നമുക്ക് നല്ല നന്ദിയുണ്ട്. ബിക്കോസ് അത്രയും അടിപൊളി. ഞാൻ പറയുമ്പോൾ ഞാൻ കാശ്മീർ പോയിക്കണം, മലേഷ്യ പോയിക്കണം, എല്ലായിടത്തും പോയി. പക്ഷേ ലക്ഷദ്വീപിനെ പോലത്തെ ഒരു പ്ലേസ് അതൊരു അടിപൊളി ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസാണ്. ഞങ്ങൾക്ക് ആരും പറയാം ഞങ്ങളോട്, ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് മക്കളെ. നമ്മളെന്താക്കി ഫുള്ള് വാപ്പൊക്കെ ഫുള്ള് മൂടിച്ച. വാപ്പയത് എൻ്റെ അപ്പ എന്താ ഷർട്ടൊക്കെ ഊരിയിട്ട് അമ്മാരി കാറ്റ് അമ്മാരിയിട്ട് ഇളഞ്ഞവെള്ളം കുടിച്ചിട്ട് നേരെ അന്ന് ഉച്ചക്ക് നമ്മൾ എത്തിയപാട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയി. നല്ല മീൻ കറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ഫുള്ള് നാടൻ ഫുഡ്. പിന്നെ ചോറ്, പപ്പടം, ഉപ്പേരി, മീൻ പൊരിച്ച് ഫുള്ള് അടിപൊളി. സാധാ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സൂപ്പർ ഫുഡ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ അടിപൊളി. ഇതൊരു ഫുഡിൻ്റെ ഏരിയയാണ്. ഫുഡ് മാത്രമായിട്ട് കഴിക്കുന്ന ഏരിയയാണ്. കാര്യമായിട്ട് അടിപൊളി. സാധാ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ അങ്ങനെ ഫുഡ് സാധാ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ സാമ്പാർ, മീൻ കറി, മീൻ പൊരിച്ച, ഉപ്പേരി, പപ്പടം. പിന്നെ അവിടുത്തെ പപ്പടത്തിനൊരു പ്രത്യേകത ഉണ്ട്, കുറച്ച് വലുതാണ്. അപ്പക്കാരങ്ങനെ ചേർക്കാതെ പപ്പടമാണ്. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് സ്പോട്ടായിട്ടുള്ള ബ്രിഡ്ജിൽ പോയി. നല്ല അടിപൊളി, നല്ല കടലിൽ നല്ല ബോട്ടൊക്കെ കണ്ടിട്ട് കറക്റ്റ് അടിപൊളി ബീച്ച് ആയിരുന്നു ഗൈസ്. നല്ല കാര്യങ്ങൾ, നല്ല ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അടിപൊളി ബ്രിഡ്ജായിരുന്നു. നല്ല വ്യൂ ഒക്കെ ഉള്ള അടിപൊളി ബ്രിഡ്ജായിരുന്നു. ഞാൻ അതൊക്കെ എൻ്റെ ഷോർട്സും റീൽസും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഇട്ടേക്കണം. അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. നല്ല കാഴ്ചകളൊക്കെ കണ്ട്. എന്ന് വെച്ചാൽ നല്ല ബോട്ടും കാര്യങ്ങളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഫിഷിങ് കഴിഞ്ഞ് വരുന്ന ആൾക്കാർ കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായി അവിടെ. ഞാൻ അവിടുന്ന് ഫോട്ടോ എടുത്താൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കി, ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ഇതൊന്നും സംഭവം ഇതൊക്കെ എന്താ അറിയില്ല. ഇത് അറിയണവരെന്തായാലും കമൻറ്റ് ഇട്ടോളി. പിന്നെ ലക്ഷദ്വീപിൽ ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ലക്ഷദ്വീപ് പറഞ്ഞാൽ ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് നോക്കണം. എന്തായാലും നിങ്ങൾ പോയി നോക്കി. ഇവിടുന്ന് ആകെ ഫ്ലൈറ്റിൽ പോവാണ് ആകെ 1.5 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പോൾ അത്രക്കും ശരിയായ സ്ഥലമാണ്. നമ്മൾ അതിനിടയ്ക്ക് ചായ കുടിക്കാനോ, പക്ഷേ അവിടെ വലിയ ചായ കടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം പോയി. ഇതെന്താ നമ്മൾ വേറെ ഏതോ രാജ്യത്ത് വേറെ ഏതോ കൺട്രി പോയ മാതിരിയല്ലേ ഫീൽ ചെയ്യുക. എന്താ രസം. നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടോയെന്ന് തന്നെ നമുക്കറിയില്ല. അത്രയ്ക്കും ബ്യൂട്ടി. നമ്മൾ വേറെ ഏതോ രാജ്യത്തൊക്കെ പോയ മാതിരി. ഇതാണ് ലഗൂൺ ബീച്ച്. നല്ല ഓരോ കാര്യങ്ങളും. നമ്മളവിടെ ഒരു ജ്യൂസ് കൗണ്ടറുണ്ട്, ഒരു കക വെക്കണേ. നമ്മൾ നല്ല രണ്ട് ജ്യൂസ് ഉണ്ട്, പേര് നല്ല ജിഗർദണ്ഡ, പിന്നെ ഒരു മാംഗോ ജ്യൂസ്. അത് രണ്ടും പാടി നമ്മൾ വാങ്ങിയിട്ട് കുടിച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് ജിഗർദണ്ഡയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതാണ് കഴിച്ച് ലഗോൺ ബീച്ചിൻ്റെ മെയിൻ ചായപ്പീടിയം. എന്താ വൈബ്, എന്താണ് ആ ആംബിയൻസ് ഏതാല്ലേ ആംബിയൻസ്. ലഗോൺ ബീച്ച് റെസ്റ്റോറൻറ്റ്. നല്ല ഷവർമും സാൻഡ്വിച്ചും പരിപ്പുവട, സുഗീന കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. പിന്നെ ലൈമും വാങ്ങി. ഇത് സാൻഡ്വിച്ച് കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരോ വ്യൂ ഇങ്ങനെ എന്താ രസം. ഇഷ്ടമായിട്ട് എന്തായാലും കമൻറ്റ് അഭിപ്രായം പറയാം. പിന്നെ ഈ വീഡിയോനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാകെ കുറച്ച് കടൽ സംഭവമായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡേ കേട്ടോ. ഫസ്റ്റ് ഡേ ചോറകളിൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് കാണാൻ. എന്താ പറയുക, സൈറ്റ് സീയിങ് ഒക്കെ കാണാൻ.
അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നു. ഇവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാഴ്ച ഇവർ ഈ ബാക്കിൽ നിന്ന് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഏത് സ്ഥലമായാലും ഇവരെ കൊണ്ടുപോയിക്കോളും കിട്ടും. അത് ഒരു പ്രത്യേകതയാണ്. ഇവർ കാറായിട്ട് വരും, നമ്മളെ കൊണ്ടുപോകും, തിരിച്ചാക്കി തരും, അങ്ങനെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിക്കണ്. പിന്നെ ഇതാ ലൈവായിട്ട് എന്താ മീനൊക്കെ പിടിച്ചിരിക്കണ ഐസ് വരും. ഇപ്പോൾ മീനിന് ഒരു ഇതുമില്ല, മീനൊക്കെ സുഖമായിട്ട് കിട്ടും കേട്ടോ ഇവിടുന്ന്. ഗൈസ് നമ്മൾ ലഗോൺ ബീച്ചിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വന്ന് അന്താൻ ബീച്ച് ഗൈസ്, അടുത്ത ബീച്ച്. അകത്തിൽ തന്നെ ഉണ്ട് 4-5 ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ റോഡിനെക്കാട്ടി കൂടുതൽ ഇവിടുത്തെ ബീച്ചും കടലും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ പാർക്കുണ്ട്, നല്ല കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വ്യൂ, നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ഊഞ്ഞാലാടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ഫ്രെയിംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഗൈസ് സാൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ റവപ്പൊടി പോലത്തെ കളറാണ്, എന്താ രസം കാണാൻ, അടിപൊളിയാണ് കാര്യങ്ങൾ. പിന്നെ അവിടെ നിന്ന് കുറേ നമ്മൾ സാൻഡ് ഉണ്ടാക്കി കളിച്ച അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കാര്യങ്ങളൊക്കെ കണ്ട് അത് നമ്മളത് ഫസ്റ്റ് ഡേ ആണിത്. ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആക്കിയിട്ട് നേരെ രാത്രി എന്താ പറയുക നമ്മൾ റിസോർട്ടിലേക്ക് വന്ന്. ഇതാണ് ഗൈസ് റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിച്ച് ഫുഡ് കാര്യങ്ങൾ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി, നല്ല അവിടുത്തെ സ്പെഷ്യൽ മാസ് ചമ്മന്തി, അച്ചാർ, പിന്നെ ചിക്കൻ പൊരിച്ച ചിക്കൻ കറി, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.